നിബിൻ, ATP 1000 മാസ്റ്റർ ലെവലിൽ ടെന്നീസ് മത്സരങ്ങളിൽ വിജയം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി മാറിയത് ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. ഇന്ത്യക്കാരനാണ് രോഹൻ ബൊപ്പണ്ണ. 45-ാമത്തെ വയസ്സിൽ ATP ഒരു മത്സരത്തിൽ വിജയിക്കുമ്പോൾ ATP ചരിത്രത്തിൽ വിജയം നേടിയ ടെന്നീസ് മത്സരങ്ങളുടെ മാസ്റ്റർ സീരീസിൽ വിജയം കൂടി നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് അദ്ദേഹം മാറി. ഓക്കെ, സ്ത്രീകൾ മാത്രം സഞ്ചരിച്ച ഒരു ബഹിരാകാശ ദൗത്യം വിജയകരമായി അവസാനിച്ചല്ലോ. ആരുടെ കമ്പനിയാണ്? ജെഫ് ബെസോസിന്റെ കമ്പനിയാണ് ആ വിക്ഷേപണം നടത്തിയത്. ബ്ലൂ ഒറിജിൻ ആണ് കമ്പനിയുടെ പേര്. ബ്ലൂ ഒറിജിൻ ആണ് ആ കമ്പനി. ഓക്കെ, ദൗത്യത്തിന്റെ പേരും ന്യൂ ഷെപ്പേർഡ് എന്നാണ് ദൗത്യത്തിന്റെ പേര്. ശരിയായ ഉത്തരം. 2024 സരസ്വതി സമ്മാൻ അത് ആർക്കാണ് ലഭിച്ചതെന്ന് പറയാവോ? വളരെ സിമ്പിൾ പേരാണ്. ഞാൻ ശ്വാസം പിടിച്ചോട്ടെ. മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. ശരിയായ ഉത്തരവാണ്. മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് എന്നുള്ള നിസ്സാരമായ സിമ്പിൾ പേരൊന്നും പറ്റില്ല, പേരുകളെ പഠിക്കാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ AI സിനിമ 100% ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചിത്രീകരിച്ച സിനിമ കന്നഡ ഭാഷയിൽ നിന്നാണ്. സിനിമയുടെ പേര് ലവ് യു. ശരിയായ ഉത്തരവാണ്. ഓക്കെ, ആരെങ്കിലും ഒരു ഓൺലൈൻ തട്ടിപ്പിനിരയായെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ബന്ധപ്പെടാനുള്ള ആ ഓൺലൈൻ തട്ടിപ്പ്, സൈബർ തട്ടിപ്പുകൾക്കിരയായവർ ബന്ധപ്പെടാനുള്ള നമ്പർ ഏതാണ്? 1930. ശരിയായ ഉത്തരവാണ്. സത്യാഗ്രഹത്തിന്റെ വർഷം. അപ്പോൾ അത് തന്നെ കറക്റ്റ് ആണ്. കുട്ടികളുടെ പഠന നിലവാരം ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ആ വിവരങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പോർട്ടലുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട പഠന വിവരമൊക്കെ എല്ലാം അറിയാൻ പറ്റും. എന്താണ് ആ പോർട്ടലിന്റെ പേര്? സഹിതം. സഹിതമാണ്. ഓക്കെ, ആൻഫീൽഡ്. ഒറ്റ ക്വസ്റ്റ്യൻ. ആൻഫീൽഡ് ഫുട്ബോൾ സ്റ്റേഡിയം ഏത് ടീമിന്റെ ഹോം ഗ്രൗണ്ട് ആണ്? ലിവർപൂൾ. എന്താ പ്രത്യേകത ഇപ്പൊ ലിവർപൂളിന്? ലിവർപൂൾ ആണ് ഏറ്റവും അവസാനത്തെ പ്രീമിയർ ലീഗ് വിന്നേഴ്സ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നിലവിലുള്ള ചാമ്പ്യന്മാരാണ് ലിവർപൂൾ.